പിണറായിയുടെ ഈ നെറുകെട്ട ഭരണത്തിനെതിരെയാണ് ഞങ്ങൾ എന്തായാലും സമരമായിട്ട് മുന്നോട്ട് വന്നേ. ഇനിയും ഇതുപോലെ പലയിടങ്ങളിൽ ഇനി പിണറായി വിജയൻ എവിടെ വരുന്നോ അവിടെ എല്ലാം ഞങ്ങൾ കരിങ്കൊടിയായിട്ട് പോകും. അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ തല്ലി അടിച്ചമർത്താമെന്നൊരു ധാരണ പിണറായി വിജയൻ പരട്ടച്ചങ്കൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നടക്കില്ല, കേരളത്തിൽ നടക്കില്ല. ഈ 7.5 വർഷം കൊണ്ട് ജനം പൊറുതിമുട്ടി ജീവിക്കാനോ സാധാരണക്കാർക്ക് ജീവിക്കാനോ ഒരു മനുഷ്യന് പുറത്തിറങ്ങി നടക്കാനോ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈ സർക്കാർ കയറി ഇതുവരെയും ട്രാൻസ്ജെൻഡേഴ്സിന് പല ബഡ്ജറ്റുകളിലും പറയും ലക്ഷങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്, കോടികൾ മാറ്റി വെച്ചിട്ടുണ്ട്. സർജറി കഴിഞ്ഞിട്ട് 1 വർഷമായിട്ട് പോലും റീഫണ്ട് കിട്ടാതെ, അതുപോലെ തന്നെ ലൈഫ് മിഷനിൽ പലർക്കും വീട് കൊടുക്കുമെന്ന് പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. ഒരാൾക്കല്ലാതെ, അത് അവരുടെ വാലെ തൂങ്ങി നടക്കുന്ന ഒരാൾക്കല്ലാതെ വേറെ ആൾക്കും കേരളത്തിൽ വീട് അനുവദിച്ചായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് രൂപീകരിച്ചു. അതും എല്ലാം CPM-ന്റെ വാലെ തൂങ്ങി നടക്കുന്ന ആളുകളെ മാത്രം വെച്ച്. ഇത് ജനാധിപത്യ രാജ്യമല്ല, രാജാവിന്റെ ഭരണമാണ്. പിണറായിയുടെ പുറകെ നടക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ എല്ലാ കാര്യത്തിനും മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രം ജീവിച്ചാൽ മതി, പിണറായിക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് ജീവിച്ചാൽ മതി എന്നൊരവസ്ഥയാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. അത് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയന് പറ്റില്ല എന്ന് തന്നെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസും അതുപോലെ ഇന്റർനാഷണൽ കോൺഗ്രസും ഒപ്പം ചേർന്ന് ഞങ്ങൾ പറയുന്നു. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ പിണറായി വിജയൻ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തരം മോഹന വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളുടെ ജീവനും സ്വത്തിനും പോലും സംരക്ഷണമില്ലാതെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം മാറിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് വളരെ ദാരുണമായി കൊലപാതകപ്പെട്ട ശാലു ഇന്നേക്ക് 5 വർഷമായി കൊലപാതകപ്പെട്ടിട്ട് ഇതുവരെ അവരുടെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ഒരു നീതിപൂർണമായിട്ടുള്ള നടപടിയെടുക്കുവാനോ പിണറായി വിജയന്റെ ഗവൺമെന്റിനോ പോലീസിനോ സാധിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ, ഒരു കേസുമായി ചെന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയും ഞങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വിദ്യാഭ്യാസമുള്ള ഒട്ടനവധി ട്രാൻസ്ജെൻഡർ മനുഷ്യരുണ്ട്. PSC-യിൽ സംവരണം കൊണ്ടുവരുന്നെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. മെട്രോയിൽ കുറെ പേർക്ക് ജോലി കൊടുത്തു, അവിടെ സർക്കാർ ജോലി കൊടുക്കുന്നെന്ന് പറഞ്ഞ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വാർത്ത വന്നു. പക്ഷേ മെട്രോയിൽ ജോലി കൊടുത്തത് കുടുംബശ്രീ കോൺട്രാക്റ്റിലാണ്. അതുപോലെ തന്നെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡും സെല്ലും രൂപീകരിച്ചു. CPM-ന്റെ ഇടതുപക്ഷ ട്രാൻസ്ജെൻഡർ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്യാമായസ് പ്രഭയെ തന്നെയാണ് സംസ്ഥാന ബോർഡ് അംഗവും സെൽ ഉദ്യോഗസ്ഥയുമായി ഒരാളെ തന്നെ നിയമനം നടത്തിയ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ ഫാസിസ്റ്റ് നയത്തിനെതിരെ കൃത്യമായി കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് പ്രതികരിക്കും. ഞങ്ങളുടെ ജീവൻ സ്വത്തും സുരക്ഷിതമല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്.